ഹായ് എവരി വൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും FCAയുടെ എക്സാമിന് നല്ല രീതിയിൽ പഠിക്കുകയായിരിക്കും. അപ്പോൾ കുറേ കുട്ടികൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാം, ഈ ഫേസ് 1ഉം ഫേസ് 2ഉം എന്താ ഒരു ഫോൾഡറിൽ തന്നെ ഇട്ടേക്കുന്നത്, ഫേസ് 1നും ഫേസ് 2നും നമ്മൾ സെയിം സബ്ജക്റ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ ഞാനത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞാണ് ഫേസ് 1ൻ്റെയും ഫേസ് 2ൻ്റെയും എക്സാം രീതികൾ എങ്ങനെയാണ്, ഇവരുടെ പ്രിലിംസ് എങ്ങനെയാണ്, മെയിൻസ് എങ്ങനെയാണ്, മെയിൻസിന് എത്ര സബ്ജക്റ്റ് ഉണ്ട്, പ്രിലിംസിന് എത്ര സബ്ജക്റ്റ് ഉണ്ടെന്നൊക്കെ. പക്ഷേ ഇനിയും അതിൽ ക്ലാരിഫൈ ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ FCAയുടെ എക്സാമിന് 2 എക്സാമാണ് ഉള്ളത്, പ്രിലിംസും മെയിൻസും. ഓക്കെ, ഈ പ്രിലിംസിന് ഒറ്റ പേപ്പർ മാത്രമേ ഉള്ളൂ, പേപ്പർ 1. പക്ഷേ മെയിൻസിനാണെങ്കിൽ പേപ്പർ 1ഉം ഉണ്ട്, പേപ്പർ 2ഉം ഉണ്ട്. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്. പ്രിലിംസ് നിങ്ങൾക്ക് ഒറ്റ പേപ്പറും, മെയിൻസ് നിങ്ങൾക്ക് 2 പേപ്പറും ആയിരിക്കും. പ്രിലിംസിൻ്റെ കേസിൽ വരുമ്പോൾ ഫേസ് 1 ഒബ്ജക്റ്റീവ് ആയിരിക്കും. എന്തായിരിക്കും? ഒബ്ജക്റ്റീവ് ആയിരിക്കും. ഫേസ് 2വിൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ട്. ഇത് 2 ഒബ്ജക്റ്റീവ് തന്നെ ആയിരിക്കും. ഇതിനകത്ത് പേപ്പർ 1ഉം 2ഉം ഒറ്റ സമയത്ത് എഴുതേണ്ട എക്സാമാണ്. അതായത് പ്രിലിംസ് പാസ്സായാൽ മാത്രമേ മെയിൻസ് എഴുതാൻ പറ്റൂ. ഈ മെയിൻസ് ഇപ്പം അടുത്തൊരു ദിവസം, അപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജനുവരി 1-ാം തീയതിയാണ് മെയിൻസിൻ്റെ എക്സാമെങ്കിൽ ആ ദിവസം തന്നെ ആയിരിക്കും അതിൻ്റെ പേപ്പർ 1ൻ്റെയും പേപ്പർ 2ൻ്റെയും എക്സാം വരിക. ഓക്കെ, ഇനി ഫേസ് 1ൻ്റെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, പിന്നെ ജനറൽ സ്റ്റഡീസും ഉണ്ട്. ഇതിന് വരുന്ന മാർക്ക് വരുന്നത് 100 മാർക്കാണ്. 60 മിനിറ്റ് 100 മാർക്ക്. ഞാൻ കുറേ പേപ്പേഴ്സ് നോക്കിയപ്പോൾ, കുറേ ആർട്ടിക്കിൾ നോക്കിയപ്പോഴൊക്കെ മനസ്സിലായത് കാര്യമാണ്, നമ്മുടെ ഫേസ് 1ൻ്റെ കട്ട് ഓഫ് ജനറൽ എപ്പോഴും 73, 74, 75, ഒരു 70 എബവ് ആണ് കട്ട് ഓഫ് വരുന്നത്. ഫേസ് 1ൻ്റെ കട്ട് ഓഫ് ആണ് പറഞ്ഞത്. 70-ന് എബവ് ആയിട്ടായിരിക്കും ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. അപ്പം SC, ST, OBC പിന്നെ EWSനൊക്കെ 70 താഴെയായിരിക്കും, അല്ലെങ്കിൽ എത്രയാണോ ജനറലിൻ്റെ കട്ട് ഓഫ് അത് താഴെയായിരിക്കും. അപ്പം പഠിക്കുമ്പോൾ നിങ്ങളൊരു 80 മാർക്ക് സ്കോർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു 85 മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ വേണം പഠിക്കാൻ. 100 മാർക്കിന് വേണ്ടി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് 85 മാർക്കെങ്കിലും കിട്ടൂ. അപ്പോൾ അത് ഓർത്ത് പഠിക്കുക. അപ്പോൾ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് 2023-ലാണ് കഴിഞ്ഞൊരു എക്സാം നടത്തിയത്. അതിൻ്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ 74 മാർക്കായിരുന്നു ജനറലിന് വന്നിരുന്നത്. ഇനി നമ്മുടെ പേപ്പർ 2 ഫേസ് 2വിനകത്ത് പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ടെന്ന് പറഞ്ഞു. പേപ്പർ 1ൻ്റെ കേസിൽ 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 120 ക്വസ്റ്റ്യൻസും 1 മാർക്ക് വീതമായിരിക്കും. അപ്പം പേപ്പർ 1 മെയിൻസിൻ്റെ 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 90 മിനിറ്റും. ഓക്കെ, ഇനി പേപ്പർ 2ൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ 60 മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്ക് വീതമാണ്. ഓക്കെ, അപ്പം 60 മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ 2 മാർക്ക് വീതം 120 മാർക്കിനാണ് വരുന്നത്. അത് സമയമാണ് നോക്കേണ്ടത്, വെറും 60 മിനിറ്റ്, 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ തീർക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അത് മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു ചുരുങ്ങിയ സമയത്തിന് നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് ചിരിച്ച മുഖത്തോടെ ഇറങ്ങി വരാൻ പറ്റൂ. പേപ്പർ 1ൽ ഫേസ് 2ൻ്റെ മെയിൻസിൻ്റെ പേപ്പർ 1 പറയുന്നത് നമ്മൾ പ്രിലിംസിൻ്റെ പേപ്പർ 1ൽ പഠിച്ച സെയിം തന്നെ ഉണ്ട്. ഇംഗ്ലീഷ്, റീസണിങ്, ന്യൂമറിക്കൽ, ജനറൽ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ പ്രിലിംസിന് നമ്മൾ പഠിച്ചത് മെയിൻസിന് നമുക്ക് ഉപകാരം ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ പ്രിലിംസിന് പഠിക്കുമ്പം നിങ്ങൾ പ്രിലിംസിന് വേണ്ടി മാത്രമല്ല പഠിക്കുന്നത്, മെയിൻസിനും കൂടി ആണെന്ന് ഓർത്ത് പഠിക്കുക. ഫേസ് 2ൻ്റെ പേപ്പർ 1ൽ വരുന്നത് നമുക്ക് 120 മാർക്കിനാണ്. ഓക്കെ, നിങ്ങൾ ഓർത്തിരിക്കുക, പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ട്. പേപ്പർ 1 മാത്രം എത്ര മാർക്കിനാണ്? 120 മാർക്കിനാണ്. ഇനി അതേ സമയം തന്നെ പേപ്പർ 1 കഴിഞ്ഞിട്ട് പേപ്പർ 2 ഉണ്ട്. അത് നമ്മൾ ഏതാണോ എടുത്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിരിക്കും. ഗ്രൂപ്പ് A എടുത്തവർക്ക് അതും ഗ്രൂപ്പ് B എടുത്തവർക്കും ആ സബ്ജക്റ്റുമായിരിക്കും.
അപ്പം ഞാൻ എടുക്കുന്നത് അഗ്രികൾച്ചർ, ബോട്ടണി, സുവോളജി ആണെങ്കിൽ എനിക്ക് വരുന്ന പേപ്പർ 2ൻ്റെ ക്വസ്റ്റ്യൻസ് അതുപോലെ ആയിരിക്കും. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി, അഗ്രികൾച്ചർ എടുക്കുന്നെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനും അതേപോലെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 60 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്ക് വീതമാണ് 120 മാർക്ക്. അപ്പം നിങ്ങളൊന്ന് കൂട്ടി നോക്ക്, മെയിൻസിൻ്റെ പേപ്പർ 1നും പേപ്പർ 2നും കൂടെ നിങ്ങൾ എത്ര മാർക്കിനാണ് എഴുതുന്നതെന്ന്. അപ്പോൾ ഒരു മിനിമം ഇത് തന്നെ 120 മാർക്ക് വരുന്നുണ്ട്, പേപ്പർ 1ഉം 120 ഉണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 120 നിങ്ങളുടെ പേപ്പർ 1ന്, മെയിൻസിൻ്റെ പേപ്പർ 1നും 120 ഉണ്ട്, പേപ്പർ 2നും 120 മാർക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെയിൻസിൻ്റെ ടോട്ടൽ മാർക്ക് തന്നെ 240ലാണ്. അപ്പം ഒരു ജനറൽ കാറ്റഗറി ആയ ഒരു ആൾക്ക് മിനിമം ഒരു 180 എബോവ് എങ്കിലും മസ്റ്റായിട്ടും വേണം. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിൻസിന് നിങ്ങൾക്ക് ഇത്രയും മാർക്ക് മേടിക്കണം. പ്രിലിംസിന് പാസ്സായാൽ മാത്രമേ നിങ്ങൾ മെയിൻസിലേക്ക് കയറുകയുള്ളെന്നും അതുപോലെ പ്രിലിംസിന് പഠിച്ച സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് മെയിൻസിനും വരുമെന്ന് നിങ്ങൾ ആലോചിച്ച് പഠിക്കുക. അപ്പം ഇപ്പോൾ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. ഒരുപാട് ആൾക്കാർ ഇപ്പം നമുക്ക് എല്ലാത്തിൻ്റെയും ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ആണെങ്കിലും മെയിൻ ലിസ്റ്റ് ആണെങ്കിലും അഡ്വൈസുകളാണെങ്കിലും ശരിക്കും വരുന്നുണ്ട്. അപ്പോൾ ഒന്നിനും കിട്ടാതെ ഇരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ ഒരു FCI ക്രാക്ക് ചെയ്യണമെന്നുള്ള വാശിയിൽ തന്നെയാണ്. അപ്പം നിങ്ങളുടെ കൂടെ ഈ ഒരു എക്സാമിന് വേണ്ടി പോരാടാൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ. ഇപ്പം ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികളും ഈ FCIയുടെ എക്സാമിന് നല്ല രീതിക്ക് പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കോമ്പറ്റീഷൻ ചെയ്യുന്നത് കേരളത്തിലെ കുട്ടികളുടെ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെയുള്ള കുട്ടികളോടാണെന്ന് ഓർമ്മ വെച്ച് തന്നെ പഠിക്കണം. അപ്പം നിങ്ങളുടെ സിലബസ് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ് 1ൻ്റെ സിലബസ് പറഞ്ഞു, ഫേസ് 2ന് അഗ്രികൾച്ചർ എടുത്തവർക്കാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ എലിമെൻ്ററി എൻറ്റമോളജി, പ്ലാനിംഗ് പ്രൊട്ടക്ഷൻ, അഗ്രികൾച്ചർ എക്കണോമിക്സ്. ഇത് നമ്മൾ ഓൾറെഡി AOയ്ക്ക് പ്രിപ്പയർ ചെയ്ത് ആയതുകൊണ്ട് അത്യാവശ്യം ഓർമ്മകൾ കാണും. ബോട്ടണിയുടെ കേസിന് വലിയ പേടിക്കാനില്ല. സെൽ ബയോളജി, ടിഷ്യൂ ഓർഗന്, ജെനറ്റിക്സ്, പ്ലാൻ ക്ലാസിഫിക്കേഷൻ, എക്കോളജി, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, സർക്കുലേഷൻ, ഇതെല്ലാം നമ്മൾ ഫിസിയോളജിയിൽ പഠിച്ചതാണ്. ഇപ്പം തന്നെ സംശയമുള്ള AOയുടെ നമ്മുടെ ഫോൾഡർ തുറന്ന് നോക്കിക്കോളൂ. അതിനകത്ത് ക്രോ ഫിസിയോളജിയിൽ ഇത് കിടപ്പുണ്ട്. പിന്നെ സുവോളജിയുടെ കേസിലാണ് ആനിമൽ സെല്ല്, ടിഷ്യൂ ഓർഗൻസ്, ഹെറിഡിറ്റി നമ്മൾ ജെനറ്റിക്സിൽ പഠിച്ചതാണ്. ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ പഠിച്ചതാണ്. മൈക്രോ ഓർഗാനിസം, ഇൻസെക്ട് ആൻഡ് റോഡിൻ്റെ നമ്മൾ എൻറ്റമോളജിയിൽ തീർത്തയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒട്ടുമിക്ക മെയിൻ സിലബസ് ഫേസ് 2ൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് തന്നെ മാത്രമാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കാം, നിങ്ങളുടെ കയ്യിൽ മെയിൻസിൻ്റെ പേപ്പർ 2ന് ഒരുപാട് കണ്ടന്റ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് പ്രിലിംസിനാണ്. പ്രിലിംസ് പാസ്സായാൽ മാത്രമേ മെയിൻസ് കിട്ടൂ. അപ്പോൾ പ്രിലിംസിന് നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുക. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വന്ന് വലിയ താമസം എക്സാമിന് വേണ്ടി കാണില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാസം പോലും കഷ്ടിച്ചായിരിക്കും നോട്ടിഫിക്കേഷൻ വന്ന് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ കെമിസ്ട്രിയുടെ കേസിൽ കെമിക്കൽ ബോണ്ടിങ്, ഓർഗാനിക് കെമിസ്ട്രി, ബേസിക് ആൽക്കലൈൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്, ആൽക്കഹോള്, ആൽഡിഹൈഡ്. ഈ ആൽഡിഹൈഡും ആൽക്കൈൻസും ഒക്കെ നമ്മൾ +2ന് പഠിച്ചതാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സോഴ്സുകൾ ഉണ്ടെങ്കിൽ അത് പഠിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിലും കാണാം. പിന്നെ ഫിസിക്സിൻ്റെ കേസിൽ മെഷർമെൻറ്റ്, ബേസിക് ഫിസിക്സ്, ലൈറ്റ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെയാണ്. അപ്പം നമ്മൾ ഈ കണ്ടൻറ്റുകളെല്ലാം തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിനകത്ത്. അപ്പം നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഏകദേശമൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഫാം അസിസ്റ്റൻ്റെയും റാങ്ക് ലിസ്റ്റുകൾ വന്നപ്പോൾ നമ്മളുടെ ഒരുപാട് കുട്ടികൾ അതിലിടം പിടിച്ചിട്ടുണ്ട്. അടുത്ത വർഷം FCIയുടെ ബാനറിലും നിങ്ങളുടെ ഫോട്ടോകൾ വരട്ടെ. നിങ്ങൾക്കും എത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അഗ്രികൾച്ചർ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്